രാജാവ് പലരാലും ഈ വിന്യാസിന്റെ അമ്മ മൂലം പോലും വിന്യാസിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. ക്രിസ്തുവിനെ സ്നേഹിച്ചിട്ട് വലിയ കാര്യമൊന്നും തോന്നില്ല, കാരണം നീ എൻ്റെ ആരാണ്, വാത്സല്യവാനാണെന്ന് രാജാവ് നിരന്തരമായി പറയുവാൻ ആരംഭിച്ചു. രാജാവ് ഇങ്ങനെ വിന്യാസിനെ നിരന്തരമായി പലരാൽ ഇങ്ങനെ പറഞ്ഞ് മാറ്റം വരുത്തുവാൻ, ചിന്തയിൽ മനസ്സിൽ മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ വിന്യാസ് ഒരു ശകലം പോലും പിന്മാറിയില്ല. അവൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ അവൻ മുറുകെ പിടിച്ചു. ആ ക്രിസ്തുവിന് പിന്നാലെ ഇങ്ങനെ വിന്യാസ് യാത്ര ചെയ്യുവാൻ ആരംഭിച്ചു. ആ വിന്യാസാണ് നാം ഇന്ന് കാണുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദ. രാജാവിന് വേറെ വഴിയൊന്നുമില്ല, വിന്യാസിനെ കൊന്നുകളയുവാൻ തീരുമാനിച്ചു. ഗീവർഗീസിനെ കൊന്നുകളയുവാൻ രാജാവ് തീരുമാനിച്ചു. അതിനുശേഷം രാജാവ് ആദ്യം ചെയ്തത് ഉത്തരവിറക്കി അവനെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് അവന്റെ അവയവങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റുവാനായി എന്ത് ചെയ്തു? രാജാവ് കൽപ്പന ഇറക്കി. വിന്യാസിനെ ആളുകളുടെ ജനക്കൂട്ടത്തിന് മുൻപാകെ കൊണ്ടുവന്ന് അവന്റെ അവയവങ്ങൾ ആദ്യം മുറിച്ചു കളഞ്ഞു. അവയവങ്ങൾ മുറിച്ചു കളഞ്ഞതിന് ശേഷം അവൻ മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വലിയൊരു കുഴി ഉണ്ടാക്കി വിശുദ്ധ സ്തെഫാനോസ് സഹദായ ഇട്ടതുപോലെ വലിയൊരു കുഴിയിലേക്ക്, ഇരുളാർന്ന കുഴിയിലേക്ക്, ഭക്ഷണവും പാനീയവും ഇല്ലാതെ വർഷങ്ങളോളം അവനെ കുഴിയിലിട്ടു എന്നാണ് പറയുന്നത്. ആ കുഴിയിൽ കിടന്നിട്ടും ആർക്ക് ഒന്നും സംഭവിച്ചില്ല. വിശുദ്ധ ഗീവർഗീസിന് ഒന്നും സംഭവിച്ചില്ല. അവന്റെ കൂടെ ക്രിസ്തു ഉണ്ടായിരുന്നു. ആദ്യം അവയവങ്ങൾ മുറിച്ചു മാറ്റി, പിന്നെ കുഴിയിലേക്ക് തള്ളിയിട്ടു. അതിനുശേഷം തിളച്ച എണ്ണയിലേക്ക് ഇടുവാൻ രാജകൽപ്പനയുണ്ടായി. അവിടെയും ദൈവം അവനെ അത്ഭുതകരമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഗീവർഗീസ് ഇങ്ങനെ അവന്റെ മരണത്തെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അവന്റെ മരണം ഇങ്ങനെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചിട്ട്, അവന്റെ ജീവിതം ഇങ്ങനെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചിട്ട് അവൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായി ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിലേക്ക് ഒന്ന് ഓടി ചെല്ലുവാൻ, ക്രിസ്തുവിലേക്ക് ഒന്ന് അടുത്ത് ചെല്ലുവാൻ ഏറെ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കണം ഈ ഗീവർഗീസ് ഇങ്ങനെ ഈ പീഡകളെല്ലാം ഏറ്റുവാങ്ങിയപ്പോഴും ക്രിസ്തുവിന് വേണ്ടി സന്തോഷിക്കുകയും ക്രിസ്തുവിന് വേണ്ടി പുഞ്ചിരിക്കുകയും ചെയ്തത്. ഇങ്ങനെ തിളച്ച എണ്ണയിൽ ആ ഒരു പരീക്ഷണത്തിന് ശേഷം ഇവൻ മരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ് അടുത്ത കൽപ്പന പുറപ്പെടുവിച്ചു. പച്ചയ്ക്ക് ഇവന്റെ മാംസത്തിൽ നിന്നും തൊലി ഉരിഞ്ഞെടുക്കണം. നാലാമതായി ഗീവർഗീസ് സഹദ ഏറ്റ പരീക്ഷണമാണ്. ഇവന്റെ പച്ച മാംസത്തിൽ നിന്നും തൊലി ഉരിഞ്ഞെടുക്കുകയാണ്. എന്നിട്ടും മരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇരുമ്പ് ചക്രത്തിന്മീതെ ഗീവർഗീസിനെ കെട്ടിയതിനു ശേഷം തീക്ക് മുകളിലിട്ട് ഉരുട്ടുകയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗീവർഗീസ് പെരുന്നാളിന്റെ എവങ്കേലിയന് ശേഷം നമ്മളിങ്ങനെ പാടും: ചക്രത്തിന്മീതെ കണ്ടേ ന്യായസ്ഥാനെ ബന്ധിതനാകും ഗീവർഗീ സെന്നൊരു സേവകനെ. വെറുതെ പാടിപ്പോയാ പോരാ.